പാലക്കാട്ട് നിന്നും കൊല്ലത്തുനാട്ടിലെ പട്ടാഭിഷേകത്തിനായി പരിവാര സമേതം എഴുന്നള്ളിയിരിക്കുന്ന കുട്ടശങ്കര പ്രജാപതിക്കൊപ്പം അവന്റെ ഏറ്റവും വിലപിടിച്ച ആരാധകരിൽ ഒരാളായ പാപ്പാൻ വേലായുധനുണ്ട്. അതൊക്കെ നല്ലത് തന്നെ. തന്റെ അകമ്പടിക്കാരനായി ആനപ്പാപ്പാന്മാരിലെ അതികായൻ എന്നറിയപ്പെടുന്ന കടുവാ വേലായുധനും കൂടെ കൂടിയിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പട്ടാഭിഷേക മുഹൂർത്തത്തിൽ കുട്ടിശങ്കറിന് ഒരു അന്തസ്സുമാണല്ലോ. പക്ഷേ ആ അന്തസ്സും തൽക്കാലത്തേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റും അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അധികമാർക്കും അറിയാത്ത ഒരു രഹസ്യവും അകലവും കുട്ടിശങ്കരനും പാപ്പാൻ വേലായുധനും ഇടയ്ക്ക് പുലരുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം. കാര്യം മറ്റൊന്നുമല്ല, പാപ്പാൻ വേലായുധനുമായി പണ്ട് മുതൽക്കേ കുട്ടിശങ്കരൻ അത്ര മമതയിലല്ല. മുമ്പെപ്പോഴോ കുട്ടിശങ്കരന്റെ ഇടച്ചട്ടക്കാരനായി പണിയെടുത്തിട്ടുള്ള കാലത്ത് ആനയോ കടുവയോ ആരടാ വലിയവൻ എന്ന പ്രശ്നത്തിൽ തെറ്റി ഒരു രാത്രി മുഴുവൻ വേലായുധനെ പുറത്തിരുത്തി കുട്ടിശങ്കരൻ മിന്നൽ പണിമുടക്ക് നടത്തുകയുണ്ടായി. അന്നുകൊണ്ട അടിയുടെ ചൂട് കുട്ടിശങ്കരന്റെ മനസ്സിലുള്ളതുകൊണ്ടാവാം ഇന്നും പാപ്പാന്മാരിലെ ഈ അഗ്രഗാമി നേരെ മുന്നിലേക്ക് കയറി വന്ന് കുട്ടിശങ്കരൻ ഒന്ന് ചാടിച്ചേ വിടാറുള്ളൂ. പഴയ വാശിയും പിണക്കവും കൊരട്ടത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന കുട്ടിശങ്കരന്റെ സ്വഭാവത്തെക്കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് വേലായുധേട്ടനും വേണ്ടത്ര അകലം പാലിച്ച് കുശലാന്വേഷണങ്ങൾക്ക് ചെല്ലാറുണ്ട്. കേവലം 5 or 6 വയസ്സ് പ്രായത്തിൽ കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിൽ നടക്കിരുത്തപ്പെട്ട ഈ നാടൻ ആനക്കുട്ടി സ്വാഭാവികമായും നിലമ്പൂർ കാടുകളുടെ സന്തതി പരമ്പരയിൽ പെടുന്നവൻ തന്നെ ആവാനാണ് ഏറ്റവും സാധ്യത. സാക്ഷാൽ ഗുരുവായൂർ കേശവനെയും ഇന്നത്തെ ഗുരുവായൂർ പത്മനാഭനെയും പോലുള്ള ധീരദേശാഭിമാനികളുടെ തട്ടകമായ നിലമ്പൂർ കാടുകളിൽ നിന്നും പിച്ചവച്ചെത്തിയ ഈ ആനക്കുരുങ്ങന്റെ മനസ്സിൽ ഒരു വേള വയനാടൻ കാടുകളെ വെള്ളക്കാരനെതിരെയുള്ള വിമോചന പോരാട്ടങ്ങളുടെ കാഹളഭൂമിയാക്കി മാറ്റിയ പഴശ്ശിരാജയുടെയും ഇടച്ചേന കുന്നിന്റെയും ഒക്കെ കലാപ വീര്യത്തിനും എന്നും ഇടമുണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. അതെ, ഇന്നിപ്പോൾ ജനക്കൂട്ടങ്ങളുടെ ഹരവും ആരവവും ആവേശവുമായ ഈ മാതംഗ കേസരി പക്ഷേ തുലാമാസത്തിലെ ഇടിമുഴക്കങ്ങൾ പോലെ ചോരത്തിളപ്പ് ഇടിച്ചു കുത്തിപ്പെയ്ത യൗവനപ്പുളപ്പിന്റെ നാളുകളിൽ അത്യാവശ്യം ഒരു ഗജപോക്രി എന്ന ഇമേജും സൃഷ്ടിച്ചിരുന്നു. മതം ഉറച്ചു വരുന്ന കാലത്താണ് ഒരിക്കൽ കോങ്ങാട് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിനടുത്തുള്ള മഠത്തിന്റെ അടുക്കള കോലായോട് ചേർന്നുള്ള ഭാഗത്ത് വെച്ച് കുട്ടിശങ്കരന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അവന്റെ പാപ്പാൻ മരണമടഞ്ഞു. പിന്നൊരിക്കൽ അതേ ഇടത്ത് വെച്ച് തന്നെ നായപ്പുള്ളി ചന്ദ്രൻ എന്ന പാപ്പാനും കുട്ടിശങ്കരന്റെ ക്രോധാഗ്നിക്ക് മുന്നിൽ കൊള്ളിപ്പിടഞ്ഞു. തട്ടി വീഴ്ത്തി കുത്തുന്ന ആനയ്ക്കും വീണിടത്ത് കിടന്നു തന്നെ പ്രാണരക്ഷാർത്ഥം ചുരുണ്ടുകൂടിയ പാപ്പാനുമിടയിൽ അടുക്കള കോലായുടെ തിണ്ട് വിലങ്ങുതടിയായി എത്തിയതുകൊണ്ട് കുട്ടിശങ്കരന് രണ്ടാമതൊരിക്കൽ കൂടി കൊലയാളിപ്പട്ടം തലയിലേറ്റേണ്ടി വന്നില്ല. കോങ്ങാടുള്ളപ്പോൾ കുട്ടിശങ്കരന് ഭക്ഷണം നൽകുവാൻ കൊണ്ട് നിർത്തുന്ന അടുക്കള ഭാഗത്ത് വെച്ചുണ്ടായ ഈ 2 സംഭവങ്ങൾക്കും നിമിത്തമായത് ഭക്ഷണക്കാര്യത്തിലുള്ള അവന്റെ പിടിവാശിയും അക്ഷമയുമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ആനയുടെ തരമറിഞ്ഞ് വിട്ടുവീഴ്ച ചെയ്യാത്ത പാപ്പാന്മാർ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ മേടിച്ചതെന്നും പറയാം. ഒരു ശങ്കുണ്ണി എന്ന് പറഞ്ഞ പാപ്പാനാണ് ചോറ് കൊടുക്കാൻ പോകുമ്പോൾ ആന തട്ടിയിരിക്കുന്നത്. പക്ഷെ ആന വേണത്തിൽ ചെയ്തതല്ല, അബദ്ധം പറ്റിയതാണ് ആനയ്ക്ക്. അതെ, ഒന്നാമത് ആനയ്ക്ക് നല്ല മതപ്പാടുള്ള ടൈം തുടങ്ങിയ സമയമായിരുന്നു, തുടക്കമായിരുന്നു. അന്ന് ആനയ്ക്ക് ആ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ അന്ന് ഈ കുട്ടപ്പാശ പറഞ്ഞ 1-ാം പാപ്പ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആനയുടെ മേല് ചങ്ങലയൊന്നും ഇല്ലാതെ കൊണ്ടുപോയതാ. സാധാരണ ചോറ് കൊടുക്കാൻ 4 മണി അവരെ കൊണ്ടുപോകാറുണ്ട്, ഒരു സമയം 2:30. അപ്പൊ അയാളെ സമയം എടുത്തു എന്ന് പറഞ്ഞിട്ട് ആനയെ കൊണ്ടുപോയതാണ്. പക്ഷെ ആന അയാളൊന്ന് അപ്പൊ ഒന്ന് വേദനിപ്പിക്കണം വിചാരിച്ചിട്ടുള്ളൂ. പക്ഷെ എത്രയും ആന വിചാരിച്ചിട്ടില്ല. അതെ, ഇല്ല, ഞാനൊന്ന് തിരിച്ചവിടെ വെച്ചിട്ടുള്ളൂ. ആന കയ്യിലെടുത്ത ഒന്നും ചെയ്തിട്ടില്ല. ആന മാറി നിന്നോടുന്നു. അതെ, പറ്റിപ്പോയ അബദ്ധം ആലോചിച്ചിട്ട് മാറിപ്പോയി. ഓ അതെ അതെ. പിന്നീട് ഒരിക്കലും ഇതുപോലെ തന്നെ ചോറ് കൊടുക്കുന്ന ഭാഗത്ത് വെച്ച് തന്നെയാണ്. അതെ, നായപ്പുള്ളി ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതെ, അതാണ് അതും ആനയ്ക്ക് മതപ്പാടിന്റെ സമയത്ത് തന്നെയാണ്. ഈ ചോറ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് പിന്നീട് അങ്ങനെ കൊണ്ടിട്ടില്ല. ഷൂട്ടിങ് മാത്രമേ കൊണ്ടിട്ടുള്ളൂ. ഇത്ര നടന്നു. അതെ അതെ അതെ. അന്നത്തെ ഒരു ദിവസം ഇല്ല, അതൊരു ദുസ്വപ്നം പോലെ ആയിക്കോട്ടെ, അങ്ങനെ പക്ഷേ കാര്യകാരണങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ഒന്ന് ശരി,
ആളും തരവും അറിഞ്ഞ് സൂക്ഷിച്ചും ബഹുമാനിച്ചും നിൽക്കാത്ത പാപ്പാന്മാരെ നിലയുറപ്പിക്കാൻ സമ്മതിക്കാതെ പറപ്പിച്ചിട്ടുള്ള ചരിത്രമാണ് കോങ്ങാട് കുട്ടിശങ്കരന്റെയും. പക്ഷേ കുട്ടിശങ്കരനെ കൂട്ടുകാരനായും വല്യേട്ടനായും കാരണവരായും കുലഗുരുവുമായും ഒക്കെ കണ്ട് സ്നേഹിച്ചും ലാളിച്ചും ആദരിച്ചും ആരാധിച്ചും നിന്നിട്ടുള്ളവരെ ഒരു പരസ്പര സഹായ സഹകരണ ഉടമ്പടി എന്ന പരിഗണനയോടെ കൂടെ കൂട്ടാനും കൊണ്ടു നടക്കാനും കുട്ടിശങ്കരന് വിരോധമില്ല. കുട്ടിശങ്കരന്റെ ഒന്നാം പാപ്പാനായ പാറശ്ശേരി സ്വദേശി മോഹനൻ കൂടെ കൂടിയിട്ട് ഇപ്പോൾ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അല്ലറ ചില്ലറ മൂപ്പിളമ തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും ഇവർക്കിടയിലും അരങ്ങേറിയിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഒരിക്കലും ഗുരുതരമായ പൊട്ടിത്തെറികളിലേക്ക് ചെന്നെത്താതിരിക്കാൻ കുട്ടിശങ്കരൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുമുണ്ടാവണം. ഒരുപക്ഷെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെയും കുട്ടികളെയും ഓർത്താണ് പലരും പലരോടും ക്ഷമിക്കുന്നതും സഹിക്കുന്നതും എന്ന് പറയാറുള്ളത് പോലെ വാമഭാഗങ്ങളെ ഓർത്താവും കുട്ടിശങ്കരന്റെ വിട്ടുവീഴ്ചകളും.